ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്റ്റഡി ടൈം പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. 500 അസിസ്റ്റൻറ്റ് തസ്തികകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. യോഗ്യത ബിരുദമാണ്. ബിരുദം യോഗ്യതയുള്ളവരെ സംബന്ധിച്ച് വളരെ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത്. 40,000 രൂപയോളം തുടക്കത്തിൽ തന്നെ ശമ്പളം വാങ്ങാൻ സാധിക്കുന്ന വളരെ നല്ലൊരു ജോലിയാണ് ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡിൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. 2024 ഡിസംബർ 16 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 1/12/2024 അടിസ്ഥാനമാക്കിയാണ്. 1/12/2024 മുന്നേ അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഒരു ബിരുദം നേടിയിരിക്കണം. കൂടാതെ 10ാം തരം അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് തലത്തിൽ ഇംഗ്ലീഷ് ഒരു വിഷയമായി നിർബന്ധമായും പഠിച്ചിരിക്കണം. കൂടാതെ ഏതു സംസ്ഥാനത്തേക്കാണോ അപേക്ഷിക്കുന്നത് ആ സംസ്ഥാനത്തെ റീജിയണൽ ലാംഗ്വേജിൽ നോളജ് ഉണ്ടായിരിക്കണം. എഴുതാനും വായിക്കാനും സംസാരിക്കാനുമുള്ള കഴിവ് ഉണ്ടായിരിക്കേണ്ടതാണ്. പ്രായപരിധി എന്ന് പറയുന്നത് 1/12/2024 അടിസ്ഥാനമാക്കിയാണ്. 21 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാം. അതായത് 1994 ഡിസംബർ 2 അതിനുശേഷവും ജനിച്ചവർക്കും 2003 ഡിസംബർ 1 അതിനു മുന്നേയും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് എന്നിവയ്ക്ക് 5 വർഷത്തെ പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും, ഡിസബിലിറ്റി ഉള്ളവർക്ക് അതായത് ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെ ഇളവും, വിമുക്ത ഭടന്മാർക്ക് പരമാവധി 45 വയസ്സ് വരെയുള്ള ഇളവും, വിധവകൾക്കും വിവാഹമോചനം നേടിയ സ്ത്രീകൾക്കും അവർ പുനർവിവാഹം ചെയ്തിട്ടില്ല എങ്കിൽ 5 വർഷത്തെ ഇളവും, അതുപോലെ തന്നെ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയിൽ നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് 5 വർഷത്തെ ഇളവും പ്രായപരിധിയിൽ ലഭിക്കുന്നതാണ്. പ്രധാനപ്പെട്ട തീയതികളൊന്ന് നോക്കാം. ഓൺലൈൻ രജിസ്ട്രേഷൻ ആൻഡ് പേയ്മെൻറ്റ് ഓഫ് അപ്ലിക്കേഷൻ ഫീസ് അതായത് 17/12/2024 മുതൽ 2025 ജനുവരി 1 വരെയാണ് അപേക്ഷിക്കാനും ഫീസ് അടയ്ക്കാനുമുള്ള സമയം എന്ന് പറയുന്നത്. 1/1/2025 വരെ. പരീക്ഷകൾ 2 ഘട്ടമായിട്ടാണ് നടക്കുന്നത്. ടയർ 1 and 2 ഒരു പ്രിലിമിനറി എക്സാമും ഒരു മെയിൻ എക്സാമുമാണ് ഉള്ളത്. കൂടാതെ റീജിയണൽ ലാംഗ്വേജിലുള്ള ഒരു ടെസ്റ്റും ഉണ്ടായിരിക്കും. ടയർ 1 പ്രിലിമിനറി എക്സാമിനേഷൻ നടക്കുന്നത് 2025 ജനുവരി 27 അതുപോലെ തന്നെ 2ാം ഘട്ട പരീക്ഷ മെയിൻ എക്സാം നടക്കുന്നത് 2025 മാർച്ച് 2 പരീക്ഷയുടെ കോൾ ലെറ്ററുകൾ പരീക്ഷയുടെ ഒരാഴ്ച മുന്നേ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ www.newindia.co.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. സെലക്ഷൻ പ്രൊസീജിയർ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒരു പ്രിലിമിനറി, മെയിൻ എന്നിങ്ങനെ 2 പരീക്ഷകളും അതിൻ്റെ പുറമെ ഒരു റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റും ഉണ്ടായിരിക്കും. പ്രിലിമിനറി എക്സാം എങ്ങനെയാണെന്ന് നോക്കാം. പ്രിലിമിനറി എക്സാം എന്ന് പറയുന്നത് 100 മാർക്കിനാണ്. 100 മാർക്കിന് 1 മണിക്കൂറുള്ള എക്സാമാണ്. ഈ എക്സാം 3 സെക്ഷനുകളായിട്ടാണ് നടക്കുന്നത്. പ്രിലിമിനറിയും മെയിനും ഓൺലൈൻ എക്സാമുകളാണ്. ഈ പ്രിലിമിനറി എക്സാമിന് 3 സെക്ഷനുകളാണെന്ന് നമ്മൾ പറഞ്ഞു. അത് 1ാമത്തെ സെക്ഷൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്, 2ാമത്തേത് റീസണിങ്, 3ാമത്തേത് ന്യൂമറിക്കൽ എബിലിറ്റിയാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ 30 ചോദ്യങ്ങളും റീസണിങ്ങിനും ന്യൂമറിക്കൽ എബിലിറ്റിയിലും 35 ചോദ്യങ്ങളുമാണ് ഉണ്ടാവുക. ആകെ 100 ചോദ്യങ്ങൾ. ഈ 100 ചോദ്യങ്ങൾക്കും കൂടി ആകെ 100 മാർക്കാണ്. ഈ 3 സെക്ഷനുകൾക്കും 20 മിനിറ്റ് വീതമാണ് സമയമുണ്ടാവുക. ചോദ്യങ്ങൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉണ്ടായിരിക്കും. മെയിൻ എക്സാമിനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. മെയിൻ എക്സാമിനേഷൻ 250 മാർക്കിനാണ്. 2 മണിക്കൂറാണ് പരീക്ഷാ സമയം എന്ന് പറയുന്നത്. നേരത്തെ പ്രിലിമിനറി 3 സെക്ഷനുകളായിട്ടാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇവിടെ 5 സെക്ഷനുകളായിട്ടാണ് മെയിൻ എക്സാം നടക്കുന്നത്. 5 സെക്ഷനുകളായിട്ടാണ്. 1ാമത്തെ സെക്ഷൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്, അടുത്തത് റീസണിങ്, പിന്നെ ന്യൂമറിക്കൽ എബിലിറ്റി, കമ്പ്യൂട്ടർ നോളജ്, ജനറൽ അവയർനെസ് എന്നിങ്ങനെ 5 സെക്ഷനുകളായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. 40 ചോദ്യം വീതമുള്ള 5 സെക്ഷനുകൾ. ആകെ 200 ചോദ്യങ്ങൾ. എല്ലാ സെക്ഷനും 50 മാർക്ക് വീതം തന്നെയാണ്. ആകെ 250 മാർക്ക്.
ഇംഗ്ലീഷ്, റീസണിംഗ്, ന്യൂമറിക്കൽ എബിലിറ്റി എന്നീ സെക്ഷനുകൾക്ക് 30 മിനിറ്റ് വീതവും കമ്പ്യൂട്ടർ നോളജ്, ജനറൽ അവയർനെസ് എന്നിവയ്ക്ക് 15 മിനിറ്റ് വീതമാണ് സമയം അനുവദിച്ചിട്ടുള്ളത്. ചോദ്യങ്ങൾ പ്രിലിമിനറി പോലെ തന്നെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉണ്ടായിരിക്കുന്നതാണ്. നമ്മൾ പറഞ്ഞു മെയിൻസ് പാസ്സാവുന്നവർക്ക് ഒരു റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടാവുമെന്ന്. റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റിന് മാർക്ക് റാങ്ക് ലിസ്റ്റിൽ പരിഗണിക്കുന്നതല്ല. അതൊരു ക്വാളിഫയിങ് നേച്ചറുള്ള ഒരു എക്സാം മാത്രമാണ്. അത് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. അടുത്തത് അപ്ലിക്കേഷൻ ഫീസ് നോക്കാം. അപേക്ഷാ ഫീസ് SC, ST, PWBD അതുപോലെ തന്നെ EXS വിഭാഗങ്ങൾക്ക് 100 രൂപയാണ് അപേക്ഷാ ഫീസ്. മറ്റുള്ള വിഭാഗങ്ങൾക്ക് 850 രൂപയാണ് അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി നമ്മൾ പറഞ്ഞു 2025 ജനുവരി 1. പരീക്ഷാ കേന്ദ്രങ്ങൾ എവിടേക്കാണെന്ന് നോക്കാം. കേരളത്തിൽ പ്രിലിമിനറി എക്സാമിൻ്റെ പരീക്ഷാ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ആലപ്പുഴ, കണ്ണൂർ, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം എന്നിങ്ങനെ 9 ജില്ലകളിലായിട്ടാണ് ഉള്ളത്. എന്നാൽ രണ്ടാം ഘട്ട പരീക്ഷയ്ക്ക് എറണാകുളത്ത് മാത്രമാണ് പരീക്ഷാ കേന്ദ്രമുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഡിഗ്രി യോഗ്യത ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ജോലിയാണ്. കാരണം 40,000 രൂപയോളം മാസം സാലറിയായി ലഭിക്കുന്ന ഒരു ജോലിയാണ്. എൻ്റെ സ്കെയിൽ ഓഫ് പേ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്ക് വേക്കൻസികൾ നോക്കാം. ഓരോ സംസ്ഥാനത്തെയും വരുന്ന വേക്കൻസികൾ നോക്കാം. ആൻഡമാൻ നിക്കോബാർ ഐസ്ലാൻഡ്സിൽ വരുന്നത് 2 വേക്കൻസിയാണ്. ആന്ധ്രാപ്രദേശിൽ 10, അരുണാചൽ പ്രദേശിൽ 2, അസം 6, ബീഹാർ 2, ചണ്ഡീഗഡ് 5, ഛത്തീസ്ഗഡ് 20, ഡൽഹി 12, ഗോവ 8, ഗുജറാത്ത് 50, ഹരിയാന 5, ഹിമാചൽ പ്രദേശ് 2, ജമ്മു ആൻഡ് കാശ്മീർ 4, ജാർഖണ്ഡ് 2, കർണാടക 50, കേരളത്തിൽ 40 വേക്കൻസിയാണ് വരുന്നത്. കേരളത്തിൽ 40 വേക്കൻസികളാണുള്ളത്. മധ്യപ്രദേശ് 40, മഹാരാഷ്ട്ര 105, ഏറ്റവും കൂടുതലുള്ളത് മഹാരാഷ്ട്രയിലാണ് 105, മണിപ്പൂർ 1, മേഘാലയ 1, മിസോറാം 2, നാഗാലാൻഡ് 1, ഒഡീഷ 10, പുതുച്ചേരി 2, പഞ്ചാബ് 14, രാജസ്ഥാൻ 15, സിക്കിം 1, തമിഴ്നാടു 40, തെലുങ്കാന 10, ഉത്തർപ്രദേശ് 24, ഉത്തരാഖണ്ഡ് 4, വെസ്റ്റ് ബംഗാൾ 10. ഇങ്ങനെ ആകെ 500 വേക്കൻസികളാണ് നിലവിലുള്ളത്. കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു. ടീം സ്റ്റഡി ടൈം PSC.